വാട്സ്ആപ്പ് പ്ലേസ് വെൽക്കം ബാക്ക് ടു റോബ്ലോക്സ്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും റോബ്ലോക്സിലെ ബേറി പ്രിസനാണ് കളിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ നമ്മൾ ഈസി മോഡ് കംപ്ലീറ്റ് ചെയ്തു, ഹാർഡ് മോഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൽ ഒരു മോഡും കൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട് ഗൈസ്, അതാണ് നമ്മുടെ ലാവ മോഡ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ലാവ മോഡ് ഫിനിഷ് ചെയ്യും ഗൈസ് ബേറി പ്രിസണിൽ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് എല്ലാവരും എന്തായാലും ലൈക്ക് അടിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാർഗറ്റ് 25,000 ലൈക്സ് ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലാവ മോഡ്. ഈ ഗെയിമിലെ ഏറ്റവും ഹാർഡസ്റ്റ് ലെവലാണെന്ന് പറയുന്നത് ഗൈസ് ഈ ഹാർഡ് മോഡ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. എടാ ശരിയാ, മൊത്തം ലാവ താഴെ. പിന്നെ ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇങ്ങനെ പ്ലെയർ ഡാമേജ് ഓണും ഓഫ് ആക്കാനും പറ്റും. ഇപ്പം ഞാൻ ഇപ്പോൾ ഓഫ് ആക്കുമ്പോൾ ഈ മേലെ വരും. അപ്പം എനിക്കും അടിയേക്കത്തില്ല, എനിക്ക് ആരെയും അടിക്കാനും പറ്റൂല. അത് ഓണാക്കി എനിക്കും അടിക്കാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് എന്നെ അടിക്കാൻ പറ്റും ഗൈസ്. പക്ഷേ ഇപ്പോൾ ഡെഡ് ആയിരുന്നു ഇവിടെ നിന്ന് പയ്യെ ഇങ്ങനെ പോയി ഒറ്റ ചാട്ടം. ഓക്കെ, ശരിക്കും അപ്പുറത്തൂടെ വരണ്ടേ, ഞാൻ നൈസായിട്ട് ഇതിലേ വന്ന് ഗൈസ്. അവിടെ വേറെ ഏത് പ്ലെയർ ഉണ്ടല്ലേ, നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ചാടാം ഗൈസ്. അവൻ ചെയ്തതുപോലെ ഗൈസ് ഞാനും ചെയ്ത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പം താഴെ പോയതിനെ അടുത്ത് ഇവിടെ നിന്ന് ഓക്കെ സെറ്റ്. ഓക്കെ എടാ ഒരു ഫ്രീ ആയിട്ട് ഇത് വന്നിരിക്കുക തൊപ്പി. അതിൽ നമുക്ക് എടുത്തു നോക്കാം. തൊപ്പി കിട്ടി ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പറന്ന് ഇത് എങ്ങനെയാണ് റെഡായി. എടാ ഞാൻ ഇങ്ങെത്തി. എടാ അത് കൊള്ളാം, എന്തോ ഗ്ലിച്ചായിരുന്നു ഗൈസ്. ഞാൻ അവിടെ ഡെഡായി, പക്ഷെ ഇവിടെ വന്ന് വീണ് പിന്നെയും ഡെഡായി. ഇതെങ്ങനെയാ ഗൈസ്? ഇങ്ങനെ ഏറ്റവും കൂടുതൽ പൊങ്ങി ഡെഡായി. അടുത്ത ഫ്രീര വന്ന് അതും അങ്ങനെ കിട്ടി ഗൈസ്. ഇത് കൊള്ളാം. ഇത് നമുക്കിങ്ങനെ ലാവേരെ മണ്ടയിലോട്ട് പോകാൻ പറ്റും ഗൈസ്. നമ്മളാ മണ്ടൻ പോലീസിനെ പറ്റിച്ചു, ഉടുപ്പും കീറിയ പോലീസ്. ഇനി നൈസായിട്ട് ഇനി നമുക്ക് നോർമലായിട്ട് ചാടാം ഗൈസ്. ഇവിടെ നിന്ന് ഒറ്റ ചാട്ടം. ഓക്കെ പോയി ഡെഡായടാ. ഇല്ല ഡെഡായില്ല. ഞാൻ ഇതെടുത്ത് ചാടി ഗൈസ്. ഓക്കെ ഈശി പൂശി. എൻ്റെ പൊന്നോ, ഇത് നീ എങ്ങനെയാടാ പോകുന്നത്? എടാ ഇവിടുന്ന് മറ്റവൻ എന്നെ കണ്ട് ചെയ്യണടാ, അവനും ഇതെടുത്ത്. എന്തായാലും ചെയ്യട്ടെ, കുഴപ്പമില്ല. നേരത്തെ ഒരുത്തി എന്നെ അടിച്ചു ഗൈസ്. ഏതോ വേറൊരു പ്ലെയർ എന്നെ ഒറ്റ അടിയായിരുന്നു, പക്ഷെ ഒന്നും ഏറ്റില്ല. ഞാൻ ഇത് ഓഫാക്കിയിട്ടിരിക്കണോണ്ട്. എൻ്റെ തൊട്ട് പുറകെ ഉണ്ട് 100 ആയുസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ നൈസായിട്ട് ഇതിലേക്ക് ഇങ്ങനെ പോവാ ഗൈസ്. ഷവല് വേണ്ട ഗൈസ്, ഡയറക്റ്റ് ചാടി. എടാ അവളെ കയ്യിൽ അവിടെ എന്തോ ഒരു സാധനമുണ്ട്. കയ്യിൽ സാധനം ഉണ്ടായിരുന്നു ചെറു പോലത്തെ. അതിൽ ഞാൻ ഇത് ഡെഡായി പോയി പറന്ന് ചാടിയതാ ഞാൻ. പെട്ട്. എടാ അവൻ മുമ്പേ എത്തിയാ എൻ്റെ പുറകെ കിടന്ന് അവിടെ കിടന്നു പൊന്നെ. എടാ ചുറ്റിയിൽ വെച്ച് അടിച്ച് ഞാൻ ഇങ്ങെത്തി. അത് കൊള്ളായിരുന്നേ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട്. ഇവിടെ നിന്ന് ഞാൻ ഫാൻ ഉപയോഗിക്കാം ഉണ്ടാ. ഓക്കെ എടാ ഈ പ്രാവശ്യം ഭഗവാനൊന്നും കണ്ടില്ലല്ലേ. ഇത് കൊള്ളാം കേട്ടോ വണ്ടിയിൽ. എടാ ഫ്രഞ്ച് വേണമായിരുന്നാ, ഫ്രഞ്ച് വെച്ച് അടിക്കണ പോണ് കൊക്കയിലോട്ട്. ഡെഡായി. ഇപ്പം എനിക്ക് കളി മനസ്സിലായി ഗൈസ്. ഇതിലേ കയറി പോയിട്ട് ഈ ഫ്രഞ്ച് എടുത്ത് ഇങ്ങനെ അടിച്ച് ഇത് ഓപ്പൺ ചെയ്യണം. ഇനി ഞാൻ ഇതിലേ പോവാം. ഓക്കെ ഞാൻ ഫ്രഞ്ച് കയ്യിലെടുത്തിട്ട് ഞാൻ അവിടെ മാത്രം അടിച്ചില്ല. ഓക്കെ ഇപ്പം എനിക്ക് വീണ്ടും മനസ്സിലായി. ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ അടിച്ച് ഇത് ഓപ്പൺ ചെയ്തിട്ട് അടുത്ത് ഇവിടെ പിടിച്ചോ. ഇനിയുണ്ടോ പൊന്നോ? എവിടെ ഇടാവും പൊന്നി. ഇനി എങ്ങോട്ടാ പോണ്ടേ? ഇവിടെ എടാ ഇതിനേക്കാളും എന്നെ അങ്ങ് താഴോട്ട് തള്ളിയിടണല്ലേ. ഇങ്ങോട്ട് മാപ്പൊക്കെ എനിക്ക് കാണാം, മാപ്പിൻ്റെ വെളിയിലൊക്കെ. പൊന്നോ ഡയറക്റ്റ് പോകാൻ പറ്റുമോ? ഇനി എങ്ങോട്ട്? ഇങ്ങോട്ട് പൊന്നെ. എടാ മാപ്പൊക്കെ നീ വെളിയിൽ നിന്ന് അകത്ത് നിന്ന് വെളിയിലെ മാപ്പ് കാണും. ഇതെന്ത് ടീമാണ്? ഇവിടെ ചാടണം. ഓക്കെ ഇവിടെ സാധനം ഉണ്ടായിരുന്നു താഴെ. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കപ്റ്റേര് സെക്യൂരിറ്റി ട്രെയിനിങ് ആടാ. ഇത് മറ്റേ ഇത് കുടിക്കണത്. പൊളി. ഈ പ്രാവശ്യം മറ്റേ ചാടിപ്പോണത് ഗൈസ്. ഹാർഡിൽ ചാടിപ്പോണില്ലായിരുന്നു, ഏറിപ്പോണതായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ഗൈസ്. പക്ഷെ പകുതി സൈഡ് ലാവയാണ്, അത് വലിയ സീന് ഇല്ല. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഇത് ഓണാക്കിയിട്ടിട്ടുണ്ട്, നമ്മുടെ ഈ തൊപ്പി ഫാൻ. ഇത് നല്ല യൂസാണ് ഗൈസ്. ഇങ്ങനെ നമ്മൾ ദൂരെ എത്തും.
എന്തായാലും എൻ്റെ പൊന്നോ ഇപ്പം താഴെ പോയാനാ പണി വാലുമുള്ളത് കിട്ടിയാനെ. ഇവിടെ നിന്ന് ഒറ്റ ചാട്ടം ഫാൻ എടുക്കാൻ ഗൈസ്. റിസ്ക് എടുക്കുന്നു ഞാൻ. റിസ്ക് എടുക്കുന്ന എനിക്ക് റിസ്ക് ഈറ്റ് ചെയ്യും പോലെയാ. അതുകൊണ്ട് ഞാൻ റിസ്ക് ഈറ്റ് ചെയ്യുക ഗൈസ്. റിസ്ക്കൊക്കെ ഞാൻ ഇപ്പോൾ ചവച്ചരച്ച് കഴിക്കും. ഇനി എനിക്ക് ഒന്നിനെയും പേടിയില്ല. ഫാൻ എടുക്കട്ട്. സത്യം പറയാലോ ഗൈസ്, ഈ ഫാനും മറ്റേ സാധനം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം എത്ര തവണ ഡെഡായെന്ന് നിങ്ങൾക്കറിയാമോ ഗൈസ്. ഞാൻ നൈസായിട്ട് ഇതിലേക്ക് സൂപ്പർ സെറ്റപ്പ് കേട്ടോ ഗൈസ്. ഇവിടെ ഞാൻ വീണ്ടും ഇങ്ങോട്ട് ചാടിയെടുത്ത് ഈ ഫാനിൻ്റെ സഹായത്തോടെ എൻ്റെ പൊന്നെ ശരിക്കും ആ ലൈറ്റിൽ കയറി ഗൈസ് പോകേണ്ടത്. ഞാൻ ഇങ്ങനെ നൈസായിട്ട് വന്ന് ഇതൊക്കെ എന്ത് ഈസി പീസി എൻ്റെ പൊന്നു. ഇല്ലേന്ന് ചാടണ്ട ഗൈസ്, ഞാൻ ഇങ്ങനെ പോവാം. ലാ ഞാൻ ബോട്ടിൽ പോകും പോലെ ഗൈസ് ഇതിൽ പോണേ. അപ്പോൾ ഇനി അടുത്ത് ഇവിടെ നിൽക്കണം. നമ്മൾ കൂളായിട്ട് നിൽക്കുമോ. കൂടുതലും ഞാൻ ഈ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം യൂസ് ചെയ്യണേ. ചിലതേ ഉള്ളൂ ഞാൻ ഇങ്ങനെ പോണത്. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ അങ്ങ് പോവാം. ഇവിടെ ഫാനില്ല കേട്ടോ ഗൈസ്. പകരം മൊത്തത്തിൽ ലാവേ. ഇപ്പം പോയാലേ. ഇനി ഞാൻ ഇങ്ങനെ പോയി. ഇനി എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ പോവാ ഗൈസ്. ഇത്രയും നേരം എടാ അത് ഞാൻ ഡെഡായില്ല. ഇനി ഞാൻ സ്വന്തം റിസ്കിൽ പോകും. ഇനി ഞാൻ മറ്റേതൊന്നും ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ താഴെ പോയി, അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച് ഗൈസ്. ഇപ്പാ പോയേനെ. എടാ ജനലല്ലല്ലോ ഏണി ഇവിടെ നിന്ന് ഒറ്റച്ച. ഇല്ല ഗൈസ്, ഇവിടെ തന്നെ വരേണ്ടത്. അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ പോരെ ഗൈസ്. ഇവിടെ മറ്റേ ഈ പ്രാവശ്യം ലിവറൊന്നും ഓഫ് ചെയ്യണ്ട. ഓക്കെ സെറ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇനി നമ്മൾ സ്വന്തം പ്ലസ്കിൽ പോയാൽ മതി ഗൈസ്. ഇവിടെ നിന്ന് ഒറ്റച്ചാട്ടം. നമുക്ക് ഇവിടെ ഫാൻ എടുക്കാം ഗൈസ്. മണ്ടയിലോട്ട് ഏറിപ്പോവാം ഒറ്റയടിക്ക്. ഈസി പീസി. ഞാനിങ്ങനെ പിന്നെ മാപ്പ് വരെ എനിക്ക് കാണാൻ പറ്റുന്നു. എന്നെ കണ്ടുകൂടാ. ഒട്ടും വെട്ടമില്ല ഇവിടെ. ഈ ലാവേര ഇത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് മിസ്. ഇപ്പം താഴെ പോയേനെ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി എവിടെ എത്തുമെന്തോ. എൻ്റെ പൊന്നോ. ഇനി ഇതെന്തുവാടേ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പോയാൽ മതി. ഡെഡായി പോയി. അത്ര ഇത് വേണ്ടായിരുന്നു. ഇത് മാത്രം. പോയില്ല. എടാ അതിലേയും വഴിയാ. ഇനി ഞാൻ അങ്ങനെ മണ്ടയിലോട്ട് എത്തണ. പോയി. ഇത് അത്ര ഇതില്ലടാ. എന്ത് ഉപയോഗിച്ചിട്ട് റീസ്പോൺ അടിച്ചിട്ടേ ഇനി കാര്യമുള്ളൂ. എൻ്റെ പൊന്നോ റീസ്പോൺ അടിച്ച് ഫ്രീ ആയിട്ട് കിട്ടിയത് പോകുന്നല്ല പോയി. അടുത്ത ഫ്രീ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ഫ്രീ എടുക്കാം. ഓക്കെ ഇത് വീണ്ടും നമുക്ക് കിട്ടി ഗൈസ്. ഇപ്പം ഇത് പോവല്ലേ ഈ പ്രാവശ്യം പോവല്ലേ. എൻ്റെ പൊന്നോ ഇവിടെ കയറിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ ഇനി നമുക്ക് മറ്റേ സാധനം കൂടി വേണം. ഫാന് വേണ്ടി വരുമോയെന്ന് എനിക്കറിയാം. ഇത് കിട്ടുമോയെന്ന് അറിഞ്ഞോണ്ടോ. ഫാനിൻ്റെ പടം കണ്ട അത് ഞെക്കിയത്. പക്ഷെ കിട്ടിയത് ഇതാ ഗൈസ്. എന്തായാലും ഞാൻ ഇത് തന്നെയാണോ വഴി ഗൈസ്. പോയിട്ടും എത്തണില്ല. ഇത് തന്നെ. ഇത് തന്നെ. നൂൽപാലം പൊട്ടി താഴെ വീണു. അടുത്തത് വന്നടാ. കിട്ടി. ഞാൻ ഡെഡായി ഗൈസ്. ഇത് കിട്ടി ഗൈസ്. ഫാന് കിട്ടി. ഫാന് കിട്ടി. ഇനി നമുക്കൊന്നും നോക്കാനില്ല ഗൈസ്. പക്ഷെ ഡെഡായപ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന്. അതാണ് ഒരു ഇത്. ബാക്കിയെല്ലാം നല്ലതാണ്. ഉമ്മച്ചി ഞാൻ പോകുമെന്ന് വിചാരിച്ചേ. താഴെ പോയിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ നിന്ന് വരേണ്ടി വന്നേനെ. എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോയിട്ട് അപ്പുറത്ത് ചാടിയിട്ട് ഇപ്പുറത്ത് ചാടണം. അതാണ് എൻ്റെ പ്ലാൻ. 1850 കോയിനുണ്ട് ഗൈസ് എനിക്ക്. കോയിനൊക്കെ വിറ്റ് ഞാൻ ഇവിടെ കൊണ്ടുപോയി. അപ്പുറത്തും വഴിയുണ്ട്. അതിലേയും വരാൻ പറ്റുന്നു തോന്നുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു വേറെ മറ്റേ ഈസി ഹാർഡ് ലെവലിനുള്ള തോന്നുന്നു. അവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരും. ഇത് തന്നെ നമ്മൾ വന്നത് തന്നെ ഗൈസ് കറക്റ്റ് വഴി. ഇതെന്തോടെ മൊത്തം ലാഭയാണല്ലോ. ഗെയിം ഫിനിഷ് ആവാനായി തോന്നുന്നു. ഞാൻ തന്നെ നൈസ്. ഇവിടെ മറ്റേ ബോസ് ഇല്ല. അല്ലെങ്കിൽ കഫ്റ്റേരിയയിൽ വേറെ മറ്റേ ബോസ് ഫൈറ്റ് ഇല്ലേ. ബോസ് ഫൈറ്റ് ഇല്ല. അതെന്തായാലും നന്നായി ഗൈസ്. ഇല്ലെങ്കിൽ ഈ ലാവയിലൂടെ ഞാൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനാ. അതെന്തുകൊണ്ട് നന്നായി. ഇനി നമ്മൾ ബോട്ടിൽ പോകണം ഗൈസ്. ബോട്ട്
നമ്മളിങ്ങനെ ബോട്ടിൽ പോയി എന്തെങ്കിലും അടിക്കാൻ കാണും ഗൈസ്. എന്തായാലും ഞാൻ കയ്യിൽ ഫ്രഞ്ച് ഇത് ഞാൻ നിൽക്കണോ നോക്ക്. എൻ്റെ പോയിനോ കോമഡി. ഇതാ പോയി പോയി പോയി. എന്തിൻ്റെ കേടായിരുന്നു ഗൈസ് എനിക്ക്. ആ പോയടാ, ഞാൻ ഡെഡാവോ. പോയി കറങ്ങി. ഇല്ലടാ, ചെക്ക് പോയിന്റ് എടുത്തിട്ടാ ഞാൻ താഴെ പോയത്. കിട്ടിയടാ ചെക്ക് പോയിന്റ്. എടാ അത് കൊള്ളായിരുന്നു, ചെക്ക് പോയിന്റ് കിട്ടിയായിരുന്നു. എൻ്റെ പൊന്നോ, ഒടുക്കത്തെ കോമഡി. ചെക്ക് പോയിന്റ് കിട്ടിയിട്ട് ഞാൻ അവിടെ കിടന്ന് വട്ടം നാരങ്ങ കളിച്ച് കുറേ ഉണ്ടെന്തോ. എക്സിറ്റ്. എടാ നമ്മൾ ഫിനിഷ് ആവാനായി തോന്നുന്നു. മണ്ടയിലോട്ട് പോകുമ്പോൾ ഫിനിഷ് ആകാൻ തോന്നുന്നു ഗൈസ്. ഈശി പൂജി. ഞാൻ എന്തായാലും വീണ്ടും ഫ്രഞ്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അടിക്കാൻ കാണും ചിലപ്പോൾ. ഇതെന്തോടെ ഈ ആകാശത്തിലാണോ അമ്മച്ചി? അയ്യോ. ഓക്കെ, രക്ഷപ്പെട്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നൈസായിട്ട് അങ്ങ് ബോട്ട് വഴി, അല്ല ബോട്ടല്ല മറ്റേ സാധനം, പറക്കണ സാധനം വെച്ച് പോവും. ഇനി എന്തുവാ? ഇതൊക്കെ സിമ്പിളേ. നമ്മളിങ്ങനെ അങ്ങനെ പോവാൻ പറ്റൂലടാ. നമ്മൾ മറ്റേ ലെവലാന്ന് തോന്നുന്നു ഗൈസ്. മറ്റേ എന്തായിരുന്നു, പ്ലാങ്ക് വയ്ക്കണ ലെവലായിരുന്നു. ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഇടിച്ചിരുന്നു. പോടാ അങ്ങോട്ട്, പോടാ നീ ഒന്ന് മര്യാദയ്ക്ക്. എടാ ഇത് ഏത് ലെവലാണെന്ന് മനസ്സിലാവില്ല. ഇങ്ങോട്ട് മേലോട്ട് ഏണി എടുത്തിട്ടുണ്ട്. എന്തായാലും ഏണിയിൽ കയറി നോക്കാം എന്തോ ലെവലാണെന്ന്. ഇവിടെ അതല്ല, ഇത് വേറെ ലെവലാണ്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ചാടി കയറിയിട്ടുണ്ട് അതിസാഹസ്യമായി. ഇവിടെ നിന്ന് വീണ്ടും നമ്മളങ്ങനെ അതിസാഹസ്യമായി ചാടി കയറിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് എങ്ങനെയാടാ? ഈ ഫാൻ ഉള്ളതുകൊണ്ട് നന്നായി, അല്ലാതെ ഞാൻ എങ്ങനെയാടാ അതിൻ്റെ അപ്പുറത്തൊക്കെ ചാടി കയറണം? അല്ലെങ്കിൽ ഇനി നമ്മൾ പോയി എനിക്ക് അത്യാർത്തി കൂടിയതാ, അത്യാർത്തി മൂത്ത് ഞാൻ പോയി. വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ അടിച്ചതാ ഗൈസ്. ചിലപ്പോൾ പറ്റിയാലോ എന്ന് വിചാരിച്ച് ഞാൻ പോയതാ, അതും പോശി. ഇനി നമ്മൾ ഉമ്മച്ചി, എടാ ഞാൻ പോയ ഇത് മാറിപ്പോയി. ഇനി ഒന്നും കൂടി. പ്രോ എൻ്റെ ഞാൻ പ്രോയായടാ. ഞാൻ ജസ്റ്റ് അവിടെ വീണതാ. ഇവിടെ ഞാൻ അബദ്ധത്തിൽ പോയതാ. ബാക്കി ഞാൻ ഇവിടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് ട്രൈ ചെയ്തേ. പക്ഷേ ഗൈസ്, ഞാൻ ഇപ്പോൾ പ്രോയായി. പ്രൊഫഷണൽ. ഐ ആം ദ പ്രൊഫഷണൽ നൗ. എടാ ഗെയിം ഫിനിഷായി തോന്നുന്നു. എടാ ഇവിടെ സാധാരണ ഒരു ബോസ് ഫൈറ്റ്, ഇവിടെ മെയിൻ ബോസ് ഫൈറ്റ് അതും ഇല്ല. നമ്മൾ ഗെയിം ഫിനിഷ് ചെയ്ത്. എടാ അത് പൊളി. നമ്മളങ്ങനെ ഫൈനലി ഗെയിം ഫിനിഷ് ചെയ്യാനായി. ഇപ്പോഴേ ഞാൻ ഇത് പറയുന്നില്ല ഗൈസ്. ചിലപ്പോൾ ഇത് മതി താഴെ പോകാൻ. എൻ്റെ പൊന്നോ. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ബേരി പ്രിസണിലെ ലെവൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നേ. ഹെലികോപ്റ്ററിൽ മച്ചാൻ കയറിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ലാവാ മോഡ് അങ്ങനെ ഫിനിഷ് ചെയ്തു ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിം ആയിരുന്നു ഗൈസ്. എന്നാലും അത്യാവശ്യം ടഫ് എന്ന് ചോദിച്ചാൽ ടഫൊക്കെ ഉണ്ട്. എന്നാലും നമ്മളിങ്ങനെയൊക്കെ കറങ്ങി ഇങ്ങനെ ജയിച്ചേടാ. എൻ്റെ പേര് ലിസ്റ്റിൽ വന്നടാ. എപ്പോഴും ടോപ്പ് കോയിൻസിൻ്റെ ലിസ്റ്റിലാണ്. അങ്ങനെ ഞാൻ ഫിനിഷ് ചെയ്തേ. ഇപ്പം ഞാൻ പോലീസായി ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ബേരി പ്രിസൺ അങ്ങനെ എല്ലാ മോഡും നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം ചെയ്യുക. ഇനി ഞാൻ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരും. അതുവരെ ബൈ.